കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു സെമി കേഡർ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾ പ്രസിഡന്റ്, ഏക പ്രസിഡന്റ് സുധാകരൻ. കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് പോലും എന്നോട് ചോദിച്ചില്ലല്ലോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷമം. ഇപ്പം ജി സുധാകരൻ പറയുന്നത് പോലത്തെ കുറേ വിഷമങ്ങളാണ് സുധാകരനും ഉള്ളത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇറക്കി വിടറാവനെ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പാർട്ടി നേതാവ് സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ ഉപരി അത് ചിലപ്പോൾ ആവാൻ പറ്റുമെന്നില്ല അദ്ദേഹത്തിന് സംശയമുണ്ട്. ആയാൽ തന്നെ തൻ്റെ ആരോഗ്യമൊക്കെ വെച്ചിട്ട് എത്രത്തോളം ഷൈൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹത്തിന് ഒരു പക്ഷേ സംശയം കാണും. ഒരു പ്രസ്താവന നടത്തിയാൽ മാത്രം പോരാ, ഒരു നേതാവ് പ്രസ്താവന നടത്തിയാൽ പോരാ, അവിടെ ചെല്ലണം. ഇതാണ് സുധാകരനും മറ്റു നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് കേരളം ഒട്ടാകെ സുധാകരനൊന്ന് മീശ വിരിക്കുമ്പോൾ പോസ്റ്റർ വരുന്നത്. അടിയൊഴുക്കുകൾ പലയിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് CPM പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹിന്ദുത്വം പറയുന്നത് മാത്രമല്ല, അദ്വാനിയും വാജ്പേയിയും പറഞ്ഞിരുന്നതിലെ അപാകതകൾ വരെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് മോദി നീങ്ങുന്നത്. അവർ ഒന്നാമതും രണ്ടാമതായിട്ട് വന്നു കഴിഞ്ഞാൽ UDFും LDFും ആരാണ് ഭരിക്കേണ്ടതെന്നുള്ളത് അവർ നിശ്ചയിക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂട് പിടിച്ച് വിവാദങ്ങളാൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഓരോ മുന്നണിക്കും തങ്ങളുടെ നേട്ടങ്ങൾ എടുത്തു പറയുന്നതിന് പകരം തങ്ങൾക്ക് മുന്നിൽ ഉയരുന്ന വെല്ലുവിളിയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നാലോചിച്ച് തലപുകഞ്ഞിരിക്കുകയാണ് നേതൃത്വം എന്നുള്ളതാണ് പറയുന്നത്. LDFനെയും UDFനെയും കുറിച്ചാണ്. രണ്ട് മുന്നണിക്കും ഇപ്പോൾ തലവേദനയായിരിക്കുന്നത് രണ്ട് സുധാകരന്മാരാണ്. എങ്ങനെ ഇവർ ഇതിനെ അതിജീവിക്കും പരിശോധിക്കാൻ നമുക്ക്. മറുവശത്ത് NDA, BJP നേതൃത്വം നൽകുന്ന NDA എന്താണ് ചെയ്യുന്നത് എന്നും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. രണ്ട് സുധാകരന്മാർ കളം നിറയുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അതെ. ഇതിൽ ആദ്യം നമ്മൾ കണ്ടത് ജി സുധാകരൻ്റെ പോരാട്ടമാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ജി സുധാകരൻ എന്ന ആദർശധീരനായ സംശുദ്ധമായ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു നേതാവിനെ അവഹേളിക്കുകയും ഒതുക്കുകയും ഏത് രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുകയും ചെയ്ത ആലപ്പുഴ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം കയ്യും കെട്ടി നോക്കി നിന്നു. അതിൽ മനമെടുത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. തീർച്ചയായിട്ടും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുന്നു. കുലംകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ പതിക്കുകയാണ് അതിന് പിന്നാലെ വന്നത്. മറുവശത്ത് നോക്കുമ്പോൾ ചില കുലംകുത്തികളാണ് ചിലപ്പോൾ പാർട്ടിയെ തിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കണ്ടിട്ടുള്ള ഒരു പ്രത്യേക രസം. അതെ. ഇപ്പോൾ മറുവശത്ത് സുധാകരൻ എന്ന അവരുടെ സിംഹത്തിനോട് അവരൊക്കെ തന്നെ ഉപമിക്കുന്ന ഒരു നേതാവ്, കണ്ണൂരിൽ പാർട്ടിക്ക് വേണ്ടി പടപൊരുതി ഇടതുപക്ഷത്തിനോട് മല്ലടിച്ച് നിന്ന നേതാവ്, എന്താണ് എതിരാളിക്കൊരു പോരാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന കോൺഗ്രസിലെ നേതാവ് സുധാകരൻ. തീർച്ചയായിട്ടും. പക്ഷേ അതിലെ നേതാക്കൾ തന്നെ ഒളിഞ്ഞു പറയുന്നത് ഇത് സിംഹമല്ല, പല്ലുകൊഴിഞ്ഞ സിംഹമാണ്, സടകുഴഞ്ഞ സിംഹമാണ് എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതി? എങ്ങനെയാണ് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പറയാവുന്ന പോയിന്റ്? കണ്ണൂരിൽ പാർട്ടി കോട്ടകളിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു കൊടി അല്പനേരമെങ്കിലും ഉയർന്നു നിന്നിട്ടുണ്ടെങ്കിൽ അത് സുധാകരൻ നാട്ടിയ കൊടി മാത്രം. കണ്ണൂരിലെവിടെയും CPM അല്ലാതെ ഒരു കൊടി വന്നാൽ അത് 10 ഒടിച്ച് ഒന്നുകിൽ കത്തിക്കും, അല്ലെങ്കിൽ അടുത്ത തോട്ടിലിടും, അല്ലെങ്കിൽ ആറ്റിലെറി. പണ്ടൊക്കെ MVR എന്ന കരുത്തനായ നേതാവ് CPM നിന്ന് ആ ഒരു സമയം അദ്ദേഹം CPM പുറത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുമ്പുള്ള കാലത്തും എല്ലാം അത് തന്നെയാണ് നടന്നിരുന്നത്. അന്ന് തലയെടുപ്പുള്ള ആൾ MVR ആയിരുന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ എതിരാളികൾ വിറയ്ക്കുന്ന കാലം. അവിടെയാണ് സുധാകരൻ വന്നത്, അല്ലേ? മാടായിലെ മാടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മാടായിലാണ് അദ്ദേഹം 2-3 പ്രാവശ്യം MLA ആയിട്ട് മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തത്. അപ്പം മാടായിലെ മാടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, MVRനൊപ്പം. അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ടൊരു നേതാവ് അവിടെ ഇല്ലായിരുന്നു. ആ കരുത്ത് പാർട്ടിക്കകത്തും ഇല്ലായിരുന്നു, പാർട്ടിക്ക് പുറത്തും ഇല്ലായിരുന്നു. പക്ഷേ ആ കരുത്തിനെ ഒക്കെ വെല്ലുന്ന വിധത്തിൽ ഒരു കരുത്തുമായി വന്നത് സുധാകരൻ. പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹമാണ്. പാർട്ടിക്ക് 90കൾക്ക് ശേഷം കണ്ണൂരിൽ പ്രവർത്തകർക്ക് നെഞ്ചും വിരിച്ചു നിന്ന് വോട്ട് ചോദിക്കാൻ ശക്തി ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹമാണ്. പാർട്ടിയുടെ പ്രവർത്തകരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലിട്ടാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇറക്കി വിടറാവനെ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു
പാർട്ടി നേതാവ് കെ സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പഴയത് മറക്കരുത്. ഇപ്പോൾ അദ്ദേഹം പല്ല് കൊഴിഞ്ഞോ എന്നുള്ളത്, അദ്ദേഹത്തിന് അസുഖമൊക്കെ ഉണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ അസ്വസ്ഥങ്ങളൊക്കെ കാണും. പക്ഷേ പല്ല് കൊഴിഞ്ഞാലും സിംഹം ഇപ്പോഴും ഗർജിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാം സെറ്റായി മുന്നോട്ട് പോകുന്നു. അതെ. ഒരു വശത്ത് VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തല പ്രചാരണം നയിക്കുന്നു. അപ്പോൾ അവർ പുറത്ത് കാണിക്കാതെ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്ത് കാണിക്കാതെ എല്ലാവരും പിന്നീട് ചർച്ച ചെയ്യാൻ കാര്യങ്ങൾ പരിഹരിക്കാം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോഴുണ്ട് ദാ കിടക്കുന്നു കെ സുധാകരൻ്റെ വക വെടി. അത് ഇടതുപക്ഷത്തെ കുറച്ച് സന്തോഷിപ്പിക്കുകയും അതേസമയം മുന്നേറിക്കൊണ്ടിരിക്കുന്ന UDF വലിയ തരത്തിൽ ആഘാതം കൊടുക്കുകയും ചെയ്യുന്നതല്ലേ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ പാർട്ടിക്കത് പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായി എന്നും കൂടെ ആലോചിക്കണം. ഇതെങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ ചാടിയിറങ്ങിയത്? സുധാകരൻ എന്തുകൊണ്ട് ചാടിയിറങ്ങി? അദ്ദേഹത്തിന് കഴിഞ്ഞ 2021 ശേഷം പാർട്ടിയിലുണ്ടായ തിക്താനുഭവങ്ങളുടെ എല്ലാം കൂടെ ആകത്തുക ഇന്നലെ അദ്ദേഹം പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചതാണ് സുധാകരൻ്റെ ആലപ്പുഴ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാറേ, CPMൽ നേരിട്ടതുപോലെയൊന്നും ഇദ്ദേഹത്തിന് നേരിട്ടിട്ടില്ല. ഇദ്ദേഹം KPCC പ്രസിഡന്റായി, അദ്ദേഹം മന്ത്രിയായി, KPCC പ്രസിഡന്റായി, MP ആയി, പാർട്ടിയുടെ സമുന്നത നേതാവായി ഒക്കെ തന്നെ തിളങ്ങി നിന്നതല്ലേ? അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അദ്ദേഹം KPCC, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഏതാണ്ട് ഇല്ലാതായി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. CPMഉം ഏതാണ്ട് BJPയും കൂടെ ചേർന്നതിനെ ഹൈജാക്ക് ചെയ്ത് ഏതാണ്ട് കോൺഗ്രസ് കേരളത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ് നിന്നപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം എടുക്കാൻ ആളില്ലായിരുന്നു. അന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത ആർക്കാണ്? കെ സുധാകരനാണ്. കെ സുധാകരൻ ഈ 14 ജില്ലയിൽ നടന്നിട്ട് ശ്രമിച്ചത് എന്താണെന്നറിയാമോ? കേഡർ പാർട്ടിയെ, കേഡറല്ല, അദ്ദേഹം സെമി കേഡർ പാർട്ടിയെങ്കിലും ആയിരിക്കണം കോൺഗ്രസ്, എങ്കിലേ നമുക്ക് CPMുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. വളരെ കറക്റ്റാണ് പറഞ്ഞത്. കേരളത്തിൽ CPMനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സെമി കേഡർ സ്വഭാവമെങ്കിലും വേണം. നിങ്ങളുടെ അണികളെ തല്ലിൽ നിന്ന് രക്ഷിക്കാൻ, ആരോപണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, കള്ളപ്രചരണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, ചിലപ്പോൾ വീട്ടിൻ്റെ നേരെ വരുന്ന ജാഥയിൽ നിന്ന് രക്ഷിക്കാൻ ഒക്കെ ഒരു കരുത്തനായ നേതാവ് ഓരോ ജില്ലയിലും വേണം, ഓരോ പ്രദേശത്തും വേണം. എങ്കിലേ ആ പാർട്ടിക്ക് വളരാനൊക്കെ ഉള്ളൂ കേരളത്തിൽ. ഇത് അമിത്ഷാ BJPക്കാരത്ത് പറഞ്ഞു കൊടുത്തതാണ്. ഇത് കണ്ടിട്ടുള്ള ആളാണ് കെ സുധാകരൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സെമി കേഡർ നമ്മളിവിടെ ഉണ്ട്. കാരണം കണ്ണൂരിൽ അദ്ദേഹത്തിന് അനുഭവം അറിയാം. ആരടാന്ന് ചോദിക്കുമ്പോൾ എന്തടാന്ന് ചോദിച്ചില്ലെങ്കിൽ കണ്ണൂർ തല കാണില്ല. ചോദിക്കുമ്പോൾ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സഹാക്കളൊക്കെ പലരും മുണ്ടും മുടക്കി കുത്തി വരുമെങ്കിലും ആരടാന്ന് ചോദിക്കുമ്പോൾ എന്തടാന്ന് ചോദിച്ചാൽ പതുക്കെ ഒന്നായും. ഇത് ഒരു പൊതു സൈക്കോളജിയാണ്. ഈ ബോക്സിങ്ങിന് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ആദ്യത്തെ ഒരു 3 വെല്ലുവിളി നടത്തും. ടൈസനൊക്കെ കണ്ടിട്ടില്ലേ, 3 എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക, ഓടാ ഇങ്ങോട്ട്, തല ഇപ്പം ഞാൻ പിടിച്ച് പൊടിച്ച് ദൂരെ എറിയെന്നൊക്കെ പറയും. എന്തിനാണ് അല്ലേ? അത് കളിക്ക് മുമ്പുള്ളൊരു കളിയാണ്, മനസ്സിലായില്ലേ? അവനെ ഒന്ന് നിർവീര്യമാക്കണം. ഈ തിയറി പൊളിറ്റിക്സിൽ വളരെ, ഇതൊരു യുദ്ധമല്ലേ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്, ഒരു രാഷ്ട്രീയ യുദ്ധം എന്ന് പറയുന്നത്. ബാലറ്റ് പേപ്പറിലൂടെ ആണെങ്കിലും അതിന് മുൻപ് ഇത്രയും ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനൊരു പ്രക്രിയയുണ്ട്. അതിന് 2 സൈഡിലെ അണികളെ അണിനിരത്തുന്നതിനൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിൽ ചില വെല്ലുവിളികളും ചില വാഗ്വാദങ്ങളും, ആരടാൻ ചോദിക്കുമ്പോൾ എന്തടാൻ ചോദിക്കുന്ന വേറൊരു നേതാവ് നമുക്ക് വേണം. ഇതില്ലെങ്കിൽ നമ്മുടെ പാർട്ടി വീക്കായി പോകും. ഇത് അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു സെമി കേഡർ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾ KPCC പ്രസിഡന്റ്, ഏക KPCC പ്രസിഡന്റ് സുധാകരനാണ്. സുധാകരൻ അതിൽ പൂർണ്ണമായും വിജയിച്ചില്ല. കാരണം പലയിടത്തും അദ്ദേഹത്തിന് പാലം വലിയുണ്ടായി, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ. കാരണം ഇദ്ദേഹം ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പിണറായി ആയിട്ട് ഇദ്ദേഹം മാറുമോ എന്ന് കോൺഗ്രസിലെ വലിയ വിഭാഗം ഭയന്നു. സോറി, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായിയെ പോലെ കോൺഗ്രസിലെ ഒരു പിണറായി ആയിട്ട് ഇദ്ദേഹം മാറുമോ എന്ന് പലരും ഭയന്നു. കാരണം ഇതിനകത്ത് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടല്ലോ. ഈ ഗ്രൂപ്പുകൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെയും വെച്ചുകൊണ്ട് ഓരോരുത്തർ തള്ളക്കൊഴിയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇതിനെല്ലാം കൂടെ തുറന്നു വിടും. ഇവൻ MLA, ഇവൻ മന്ത്രി, ഇവൻ കൗൺസിലർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിടും. പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇത് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഈ ഗ്രൂപ്പുകൾ പലതുണ്ട്. ഇവൻ്റെ ആളിനെ മാത്രം വരുമ്പോഴേ കൊക്കോ എന്ന് വയ്ക്കുക, അല്ലാതെ മറ്റവൻ്റെ ഇതിനും വയ്ക്കില്ല. ഇത് മാറ്റി ഇതിനൊരു കേഡർ സ്വഭാവം ഉണ്ടാക്കുക. എല്ലായിടത്തും എല്ലാ ജില്ലയിലും കേഡർ പാർട്ടിയായി, സെമി കേഡറിന് അദ്ദേഹം പറഞ്ഞില്ല, സെമി കേഡറാക്കി ഇതിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് KPCC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരനാണ്. അപ്പോൾ കെ സുധാകരനെ അവിടെ ഹൈക്കമാൻഡിൽ ഇടപെട്ട് അവിടെ കറക്റ്റ് കമ്പനി നടത്തി പതുക്കെ അങ്ങ് വലിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്
ആ കാലഘട്ടത്തിൽ വലിച്ചതോടുകൂടി അതിന് മുമ്പേ തന്നെ പ്രശ്നമായി. ആരോഗ്യ പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നമാണ്. അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് ഈ സംഗതി നടപ്പിലാക്കാൻ പറ്റിയില്ല. ഓക്കെ. ഈ കേഡർ സ്വഭാവം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല, എല്ലാ ജില്ലയിലെ നേതാക്കളും വിചാരിക്കണം. അതിന് അദ്ദേഹത്തിനോട് സഹകരിച്ചില്ല. അതൊക്കെ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട്. ഞാൻ പൂർണ്ണമായ തൃപ്തിയോടുകൂടി കേരളത്തിലെ പാർട്ടി എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയോട് ജൊല്ലി വിളിച്ച് നിൽക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. കണ്ണൂർ കടന്ന് കളിച്ച് അദ്ദേഹത്തിന് ഇത് നല്ലപോലെ അറിയാം. അല്ലാത്ത ഒരു പാർട്ടിക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ജി സുധാകരൻ്റെ വീട്ടിൽ കണ്ടില്ലേ, നേരെ അങ്ങ് ഇടിച്ച് കയറുകയല്ലേ, വർഗവഞ്ചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കയറുകയല്ലേ, ഒന്ന് കിടുങ്ങിപ്പോവും. മനസ്സിലായില്ലേ? എത്ര ശക്തനാണെങ്കിലും ഒന്ന് കിടുങ്ങിപ്പോവും. പിന്നെ ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. ഈ വീട്ടുനടയിൽ സമരം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്തറിയാമോ, അവിടെ ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അവരെന്ത് പഴിച്ചു? അവരുടെ കൊച്ചു കുട്ടികൾ കാണും. അവരെന്ത് പഴിച്ചു? അല്ല, അവിടെ ഒരു വീടിന്റെ മുമ്പിൽ പോയി നമ്മൾ അല്ല സാർ, അവരാകെ കിടുങ്ങിയിരിക്കുകയാണ്. അതൊരു വാസ്തവമാണ്. ആലപ്പുഴയിൽ CPM ആകെ വിരണ്ടിരിക്കുകയാണ്. ജി സുധാകരനെ പോലൊരു നേതാവ് നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോൾ അതിനെ എതിരിടാൻ പറ്റിയ നേതാക്കൾ ആലപ്പുഴ ജില്ലയിൽ വേറെ ഇല്ല. അത് ഇനിയിപ്പോൾ ആരെന്തൊക്കെ തർക്കിച്ചാലും ഇല്ല എങ്കിൽ പോലും നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയി അല്ല അവർക്ക് അതാണ് ഞാൻ ജി സുധാകരന്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ ആരുടെ ആയാലും അല്ല, ജി സുധാകരനെ ലിയോയുടെ വീട്ടിൽ ഒരു 25 പേരെയും കൊണ്ട് ഞാൻ അല്ല, ഇതിന്റെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ ജി സുധാകരൻ ഒന്നുമല്ല എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വരട്ടാൻ, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പുകിലാണ് അവരത്. അല്ല, അതല്ല, അതിനല്ല കാണിച്ചത്. എന്തിനെന്നറിയാമോ, ഉള്ള അണികളിൽ ആരും ചോർന്നു പോകരുത്. കാരണം പോയാൽ ഞങ്ങൾ ഇതുപോലെ നിന്റെ വീട്ടിന് നടേ വന്ന് പരിപാടി കാണിച്ചു കളയും, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നുള്ളൊരു വാണിംഗാണ്. ഓക്കെ. അല്ലാതെ അവിടെ ജനമൊക്കെ പോയി, ജനമൊക്കെ ഇപ്പോൾ പല വിധത്തിലായി നിൽക്കുകയാണ്. പക്ഷേ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നത്, അത് ഒരു കാരണവശാലും അങ്ങനെ അങ്ങ് കെ സുധാകരനെ ഷൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല, പാർട്ടി ഇനി അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും, പാർട്ടി അറിയാമല്ലോ, CPM-നെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് സുധാകരൻ അവിടെ മറിച്ച് കളയുമെന്നൊക്കെ പറയുന്നത്. എന്നോട് നേരിട്ട് പറഞ്ഞാണ്. ചിലർ രാഘവനെ എതിർത്ത പാർട്ടി, ഗൗരിയമ്മയെ എതിർത്ത പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി. പാർട്ടിക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ വന്നുപോയി. ഇന്ന് മലപ്പുറം ജില്ലയിൽ പിന്നെ പൊന്നാനിയിൽ ആര് മത്സരിക്കണം, മഞ്ചേരി പിന്നെ അപ്പുറത്ത് ആലപ്പുഴ പാലക്കാട് മണ്ണാർക്കാട് ആര് മത്സരിക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ തർക്കം നടക്കുകയാണ്. തൃത്താല താനൂർ ആര് മത്സരിക്കണം, തവനൂർ ആര് മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ജില്ലാ പ്രസിഡന്റ് പിന്നെ ജില്ലാ സെക്രട്ടറി ഇന്ന് പിന്നെ അതിന് ബദൽ സ്റ്റേറ്റ്മെൻറ്റ് അടിക്കുന്നുണ്ട്. പലയിടത്തും പിന്നെ തർക്കങ്ങൾ വന്നുപോയി. ഇതിന് കാരണം മറ്റൊന്നുമല്ല. ഇതിപ്പോൾ കോൺഗ്രസ്സിലായാലും CPM-ലായാലും വിഭാഗീയത എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞു. ഇത് വരാൻ കാരണം നേതാക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, തള്ളക്കോഴിയുടെ കീഴിനകത്ത് കുറേ പേരെ വെച്ചുകൊണ്ടിരിക്കുമ്പം അപ്പുറത്ത് വേറൊരുത്തനും ഇത് തന്നെ ചെയ്യും. അല്ല, കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ ഈ സുധാകരൻ്റെ വിഷയം പരിഹരിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ട് നേരിടുകയല്ലേ? സുധാകരൻ്റെ വിഷയം പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അല്ല, ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടും അദ്ദേഹം പോയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ്, അദ്ദേഹത്തിന് അറിയാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ, എൻ്റെ പിന്നിൽ ആളുണ്ട്. ഞാൻ അങ്ങോട്ട് മാറിയാൽ 10 പേര് എൻ്റെ കൂടെ വരും. അതാണ് ആ കേഡർ സ്വഭാവത്തിനെ പ്രത്യേകം. അല്ലെങ്കിൽ വിളിച്ചാൽ വരില്ല. വേറെ ചിലർ ഹൈക്കമാൻഡ് വിളിക്കുമ്പോഴേ പിന്നെ അവിടെ ഓടിച്ചെല്ലും, ലോ കമാൻഡ് വിളിച്ചാലും ഓടിച്ചെല്ലും. അതിൻ്റെ കാരണം അവരുടെ പിന്നിൽ ആളില്ല. അല്ല, ഞാൻ കെ സുധാകരൻ്റെ പിന്നിൽ ആളുണ്ട്. അല്ല, കെ സുധാകരൻ മുൻപ് ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, കേരളം ഒട്ടാകെ സേവ് കേരള എന്ന് പറഞ്ഞുകൊണ്ട്, സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലായാലും VD സതീശൻ്റെ മണ്ഡലത്തിലായാലും UDF-കാർ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും വന്നു കഴിഞ്ഞു. അത് വന്നത് എന്തുകൊണ്ടാണ്? ആളുണ്ട്, ആളുള്ള ആളാണ്, ആളില്ലാത്ത ആളല്ല. അതാണ് പ്രശ്നം. അപ്പം ഇത് അവിടെ നേരെ ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാനാണ് ഏറ്റവും വലിയ ആളെന്നായിരിക്കും ഈ ഹൈക്കമാൻഡിൽ നിൽക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് താഴെ എല്ലാവരും ഉള്ളെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളുണ്ടെന്ന് അവിടെ അറിയാനും പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വിളിപ്പിച്ചത്. എനിക്ക് തോന്നുന്ന ഒരു സമവായത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ അദ്ദേഹം പോയില്ല. കാരണം മുൻപ് കേരളത്തിൽ ആരുടെ മുന്നിലും അഭിപ്രായം മാറ്റിയിട്ടില്ല കെ സുധാകരൻ. പക്ഷേ ഹൈക്കമാൻഡ് വിളിക്കുമ്പോൾ അവിടെ പോവുകയും അതിനുശേഷം അദ്ദേഹം നിലപാട് തിരുത്തി പാർട്ടിക്ക് വിധേയനായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴൊക്കെ തന്നെ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കേഡർ സംവിധാനത്തിന്റെ ലൈൻ അറിയാം. ഒരു സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പിനെ അംഗീകരിക്കണം എന്നുള്ളത് അദ്ദേഹം എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതേസമയം ഏതെങ്കിലും കൂറകൾ വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പ് നിന്ന് എന്തെങ്കിലും കാണിച്ച് പറഞ്ഞ് പൊക്കോ അവിടുന്ന് പറയും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അത് അദ്ദേഹത്തിന് ഒരു തലയെടുപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങയുടെ നിരീക്ഷണം എന്താണ്? ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിൽ സുധാകരൻ നിലപാടിൽ അയവ് വരുത്തുമെന്നാണോ? അയവ് വരുത്തും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹത്തിനൊന്ന് അറിയിക്കണം. ഞാൻ ഇവിടെ കിടന്ന് വലിയ ആശാന്മാരൊക്കെ ആയില്ലേ, ഇവന്മാരൊക്കെ ഞാൻ പാർട്ടി വളർത്താൻ പോയപ്പോൾ, പാർട്ടിക്ക് സെമി കേഡർ സ്വഭാവം ഉണ്ടാക്കാൻ പോയപ്പോഴേക്കും ഇതൊക്കെയാണ് കാണിച്ചത്.
അപ്പം ഞാൻ പിന്നെ എന്നെ ഒരുമാതിരി ചവറാക്കി. ഇപ്പോൾ തന്നെ കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് പോലും എന്നോട് ചോദിച്ചില്ലല്ലോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷമം. ഇപ്പം ജി സുധാകരൻ പറയുന്നത് പോലത്തെ കുറേ വിഷമങ്ങളാണ് കെ സുധാകരനും ഉള്ളത്. ഇതൊന്നും നമ്മളറിയുന്നില്ല. നമ്മൾ പുറമേ നോക്കുമ്പോൾ എന്താ, ഇയാൾ കുറേ നാളായിട്ട് പിന്നെ അവിടെ MP ആയിരിക്കുന്നു, ഇങ്ങേർക്കിപ്പോൾ കേരളത്തിൽ സാധാരണ ജനത്തിൻ്റെ ചിന്ത അതാണ്. ഇനിയിപ്പോൾ MLA ആയി വന്ന് ഇയാൾക്ക് ഇപ്പോൾ മന്ത്രിയാവണം. അതുണ്ടാവാം, പക്ഷെ അതിനേക്കാൾ ഉപരി ചില കുത്തുകൾ കിട്ടുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം വരുന്നത്. അല്ല, ഇതിനകത്ത് എനിക്കൊന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം ചിലപ്പോൾ ഈ സണ്ണി ജോസഫ് മത്സരിക്കുന്നുണ്ടേ, അത് കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം തൃപ്തിയായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പോയേക്കും. കാരണം അദ്ദേഹത്തിന് വേണ്ടത് ഇപ്പം പിന്നെ മുഖ്യമന്ത്രി ആകുന്നതിനേക്കാൾ ഉപരി അത് ചിലപ്പോൾ ആകാൻ പറ്റുമെന്നുമില്ല അദ്ദേഹത്തിന് സംശയമുണ്ട്. ആയാൽ തന്നെ തൻ്റെ ആരോഗ്യമൊക്കെ വെച്ചിട്ട് എത്രത്തോളം ഷൈൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹത്തിന് ഒരു പക്ഷേ സംശയം കാണും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന മാന്യമായ ഒരു സ്ഥാനം. ഈ ഞാൻ വെറും ചവറായി പോകരുത്. പാർട്ടിക്ക് വേണ്ടി 90 മുതൽ ഇവിടെ കിടന്ന് അടിയും തൊഴിയും കൊണ്ട്, മാർക്സിസ്റ്റുകാരുടെ ഭീഷണിയും കൊണ്ട്, അമ്മ പോലും മക്കളെ പിന്നെ നീ സൂക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഞാൻ വന്നെങ്കിൽ വന്നെന്ന് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞിറങ്ങിയ ആളാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? ആ ഒരാൾ ഇപ്പം വെറും ചവറായി പോകുന്നു. അവിടെ KPCC പ്രസിഡൻ്റായിരുന്ന ഒരാളിന് സ്വന്തം അപ്പുറത്തെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്വന്തം പിന്നെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണമെന്ന് ചോദിക്കാൻ പോലും ആളില്ല എന്നൊരു അവസ്ഥ വരുന്നതിലാണ് അദ്ദേഹത്തിന് വിഷമം. എനിക്ക് തോന്നുന്നു നേതൃത്വം മറ്റൊരു കാര്യത്തിലും ആശങ്കപ്പെട്ടിട്ടുണ്ടാകണം. ഇനിയിപ്പോൾ കെ സുധാകരൻ മത്സരിപ്പിച്ചാൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന മറ്റ് MP മാരുണ്ട്. അത് തീർച്ചയായും. ഇവിടുത്തെ ഇപ്പം പിന്നെ ജയിച്ചു പോയിരിക്കുന്ന പിന്നെ MP മാരിൽ ഏതാണ്ട് എല്ലാവരും 10-14 പേര് അതേ മോഹത്തിൽ നിൽക്കുകയാണ്. കാരണം അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അവിടെ ഡെസ്കിൽ അടിക്കുക, കൂക്കി വിളിക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, അല്ലെങ്കിൽ ബാനർ പിടിക്കുക, നടുക്കളത്തിൽ ഇറങ്ങുക, സസ്പെൻഷൻ വാങ്ങിക്കുക, ഇതല്ലാതെ വേറെ പണിയൊന്നും അവിടെ KPCC ഇവിടുന്ന് പോയ MP മാർക്ക് ചെയ്യാനില്ലല്ലോ. പിന്നെ പലർക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉള്ള പ്രാവീണ്യം കാരണം അധികമൊന്നും സംസാരിക്കാറുമില്ല. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു മന്ത്രിയാവാം. ഇപ്പോൾ ഭരണം ഏതാണ്ട് ഉറപ്പിച്ചാണ് പിന്നെ UDF എല്ലാവരും നീങ്ങുന്നത്. അവർക്ക് ലീഡുണ്ടോ ഇപ്പോൾ? അവർക്കൊരു എഡ്ജുണ്ട്. ആ എഡ്ജ് കളഞ്ഞു പോകാതിരിക്കാനാണ് ഇപ്പം പിന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് പറഞ്ഞത്, അടി കൂടല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യരുത്, കൂട്ടായി ഡാൻസ് ചെയ്യൂ. ഐ ലൈക്ക് മോഹിനിയാട്ടം ബട്ട് യു ഡു ടുഗദർ. ഒറ്റയ്ക്ക് മോഹിനിയാട്ടം കളിക്കരുത്, ഗ്രൂപ്പ് ഡാൻസ് ആണ് വേണ്ടത്. ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് കളിക്കൂ. രമേശ് ചെന്നിത്തല കളിക്കുമ്പോൾ അതിന് ഒത്ത താളത്തിൽ VD സതീശൻ കളിക്കുമ്പോൾ അതിന് ഒത്ത താളത്തിൽ പിന്നെ കെ സുധാകരൻ കളിക്കുമ്പോൾ അതേ താളത്തിൽ അടൂർ പ്രകാശ് കളിക്കുന്ന അതേ താളത്തിൽ കൊടിക്കുന്നിൽ സുരേഷ്. ഇങ്ങനെ താളം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖ്യമന്ത്രി ആരെങ്കിലും, നമ്മൾ 5 പേരിൽ ആരെങ്കിലും ഒരാളാവും എന്നുള്ളതാണ്. അല്ല, ഇനിയിപ്പോൾ മറ്റൊരു ആശങ്കയും ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും. രാഹുൽ ഗാന്ധി വിചാരിക്കുക ഈ ഏതെങ്കിലുമൊക്കെ MP മാരെ രാജിവെപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അതൊക്കെ പാടാണ്. ഇനിയിപ്പം പിന്നെ ഇപ്പം ഈ ഭരണത്തിലിരിക്കുന്ന CPM അല്ല പ്രതിപക്ഷത്ത് വന്നാലത്തെ CPM. അവർ റോളൊക്കെ മാറ്റും. മനസ്സിലായില്ലേ? ഇപ്പം പിന്നെ 5000 പേരെ പ്രണയിച്ച ആളിനെയും ചിലപ്പോൾ അവർ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല പിന്നെ ഭരണത്തിൽ കയറും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ ഒരു മന്ത്രി ചിലപ്പം ഒരു പെണ്ണുമ്പിള്ളയെ നോക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ രാജിവെപ്പിച്ചിരിക്കും. അത് നമ്മൾ പ്രതിപക്ഷത്താകുമ്പോൾ ഐഡിയ മാറും. അപ്പോൾ പിന്നെ 5 പൈസ ആരെങ്കിലും മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെയും വരും. DA കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അതിപ്പോൾ ഖജനാവെന്നും പറയണ്ട, കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും എല്ലാം വയറ്റത്തടിപ്പിച്ചുകൊണ്ട് സെക്രട്ടറി നട വരും. അതിനുള്ള സംവിധാനം നമുക്കുണ്ടല്ലോ, CPM-നുണ്ട്. പിന്നെ ഇപ്പോഴും CPM-ന് ഒരു 50,000 പേരെ ഒരു ജില്ലയിൽ ഒപ്പിക്കാൻ ഒരു വിഷമവുമില്ല. 50,000 പേര് എല്ലാ ജില്ലകളിലും 50,000 പേര് ജാഥയ്ക്ക് വിസിലടിച്ചാൽ മതി വരും. അതാ രീതിയിലാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത്. വ്യക്തിപരമായ ചില ആനുകൂല്യങ്ങൾ കൊടുത്തും ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ പല വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ട് കോഓപ്പറേറ്റീവ് സെക്ടറിനെയൊക്കെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണമില്ലാത്തപ്പോൾ കോഓപ്പറേറ്റീവ് സെക്ടർ, ഭരണം ഉള്ളപ്പോൾ ഭരണം മൊത്തം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അത് പോവുകയാണ്. അതുകൊണ്ടാണ് സുധാകരൻ പറഞ്ഞ് ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് സംവിധാനം വേണം. ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ KSU പിള്ളേർ 2 പേര് 3 പേര് അവിടെ വന്ന് വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചു കണ്ണൂർ. ആ പാവങ്ങൾ അകത്തായില്ലേ? അകത്തായി ഇത്രയും ദിവസം കിടന്ന് ഏത് കോൺഗ്രസ്സുകാരൻ അവിടെ ഉജ്ജ്വലമായിട്ട് നിന്നു? അതേസമയം സുധാകരനായിരുന്നെങ്കിൽ സുധാകരൻ അവിടെ ചെന്ന് തകർത്തേനെ. ഇപ്പം തന്നെ കോടതി വരെ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ജാമ്യം കൊടുത്തത് എങ്ങനെയാണ്? തെളിവില്ല, ഒരു തെളിവുമില്ല. കഴുത്തിൽ പിന്നെ ഞെക്കുമ്പോൾ വേദനയുണ്ടെന്ന് ഡോക്ടറിന് വെക്കുമ്പോൾ വേദനയുണ്ടെന്ന് രോഗി പറയുന്നു. ഡോക്ടറിനൊന്നും കാണുന്നില്ല. കഴുത്തിൽ പാടില്ല. ഇവർ മന്ത്രിയുടെ മേൽ കൈവയ്ക്കുന്നത് അല്ലെങ്കിൽ മന്ത്രിയെ ആക്രമിക്കുന്നതിന് ഒരു തെളിവില്ല.
ഒരു തെളിവില്ല, അതിന് വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ല, വൂണ്ട് റിപ്പോർട്ടില്ല. അപ്പോൾ കോടതി തന്നെ എന്ത് വിട്ടുപോയി, ഞെരിച്ച് പിരിച്ച് തിരിച്ചെങ്കിൽ പിന്നെ അത് കാണണ്ടേ. അതെ. ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് എവിടെ, വൂണ്ട് റിപ്പോർട്ട് എവിടെ, അതൊന്നുമില്ല. അപ്പം കോടതി വിട്ടു. ഇത് പിന്നെ ചോദ്യം സുധാകരനാണ് അവിടെ KPC പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ചോദിക്കും, അല്ലെങ്കിൽ DCC പ്രസിഡൻ്റ് ആണെങ്കിലും അദ്ദേഹം ചോദിക്കും. ചെന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതോട് എന്താടാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. ഓക്കെ, നീയാണോ ഈ റിപ്പോർട്ട് എഴുതിയത്, ഓക്കെ. നീ തൊപ്പി താഴെ വയ്ക്കാൻ പറയും. ഈ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഈ പിള്ളേർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സർക്കാരിനോട് പറയും. അതിൽ ഒരുത്തന് പരീക്ഷ LLB കാരനായിരുന്നു, അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, ജയിലിൽ കിടന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ. അപ്പോൾ അതിനൊക്കെ ചോദ്യം ചെയ്യണ്ടേ? വെറുതെ ഒരുത്തനെ പിടിച്ച് 3 ദിവസം കൊലക്കുറ്റത്തിനാണ് ജയിലിടുന്നത്. ഒരു പ്രസ്താവന നടത്തിയാൽ മാത്രം പോരാ ഒരു നേതാവ്, പ്രസ്താവന നടത്തിയാൽ പോരാ, അവിടെ ചെല്ലണം. ഇതാണ് സുധാകരനും മറ്റു നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് കേരളം ഒട്ടാകെ സുധാകരനൊന്ന് മീശ വിരിക്കുമ്പോൾ പോസ്റ്റർ വരുന്നത്. അതാണ് ഇത് മറ്റ് പാർട്ടി നേതാക്കൾ കണ്ടുപിടിക്കണം. അതെ, അതാണ് പ്രശ്നം. ചിലപ്പോൾ ഈ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF നേരിയ എഡ്ജ് ഉണ്ടെന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഈ നേരിയ എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോഴും ഈ K സുധാകരൻ വിഷയമുണ്ട്, അങ്ങ് പറയുന്നു അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്നാണ് നിരീക്ഷണമെന്ന്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ എഡ്ജ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? LDF ഈ ലീഡ് നേരിയ ലീഡാണെങ്കിലും അതിനെ മറികടന്ന് മുന്നേറാനുള്ള സാധ്യത എവിടെയുണ്ട്? കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ അവർക്ക് പരിഹരിക്കേണ്ട പ്രശ്നമുണ്ടോ UDF ന് പരിഹരിക്കാൻ ഘടകകക്ഷികളിൽ അടക്കം വലിയ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലത്ത് ഒരു വലിയ വിഷയം നടക്കുകയാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്തിരിക്കുന്നു. ഫോർവേഡ് ബ്ലോക്കിന് അവിടെ കൊടി പിടിക്കാൻ പോലും ആളില്ല. പേരിനൊരു ഒരു കൊടി പിടിക്കാൻ ആളില്ല. അപ്പോൾ അവിടെ ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്താൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ ആളുകൾ വോട്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അതിപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ മൊത്തത്തിൽ പിന്നെ കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ അതൊരു ചർച്ചയായിട്ടുണ്ട്. ശരി. അപ്പോൾ ഇങ്ങനത്തെ 10 സീറ്റ് പോയാൽ മതിയല്ലോ. LDFൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഇത്തവണ വലിയ അധികമൊന്നും വ്യത്യാസം വരില്ല. ഇപ്പം ഒരു 50 സീറ്റ് അടുപ്പിച്ച് എന്തായാലും LDFന് ഉറപ്പുള്ള പലതും ഉണ്ട്. നമ്മൾ നേരെ NDA ക്യാമ്പിലേക്ക് പോകേണ്ടതുണ്ട്. NDAയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വലുതായൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നു. BJPയുടെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ നടന്നു. ഇപ്പോൾ അതിൽ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ കാര്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്താണ് അവിടെ നടക്കുന്നത്? അവർ സൈലൻ്റായിട്ട് വർക്കുമായി മുന്നോട്ട് പോവുകയാണോ? പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണോ? കാരണം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന ഒരു ശൈലിയാണ് അവർക്കുള്ളത്. NDAയിൽ ഏറ്റവും പ്രധാനം അവർക്ക് ജയിക്കണമെങ്കിൽ പല മണ്ഡലങ്ങളിലും ഒരു 10,000 വോട്ടെങ്കിലും കൂടുതൽ പിടിക്കാൻ അവർക്ക് കഴിയണം. ഇപ്പം 45,000 വോട്ടുള്ളിടത്ത് 55,000 വോട്ടെങ്കിലും പിടിച്ചാലേ അവർക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് A+ മണ്ഡലങ്ങൾ 15 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു 10% വോട്ടുണ്ട്. അങ്ങനത്തെ വോട്ടുണ്ട്. 1,50,000 വോട്ട് പോൾ ചെയ്യുമെങ്കിൽ അതിൽ 10% സ്വിംഗ് വോട്ടുകളാണ്. ആരാണ് മെച്ചപ്പെട്ടവനെന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഇപ്പോൾ അസ്ഥി പിടിച്ച രാഷ്ട്രീയമൊന്നും പലർക്കും ഇല്ല. നല്ല സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ 15,000-20,000 കിട്ടുന്നിരിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി മികവുണ്ടെങ്കിൽ, കാരണം ഇവർക്ക് ബേസ് വോട്ടുകൾ കുറവാണ്. ഇപ്പോൾ ബേസ് വോട്ടുണ്ട്. ഇപ്പോൾ 15,000 ഉണ്ട്, അല്ലെങ്കിൽ 20,000 ഉണ്ട്, അല്ലെങ്കിൽ 30,000 ഉണ്ട്, 45,000 ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് പ്ലസ് നമ്മുടെ സ്ഥാനാർത്ഥി മികവ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് 14-20 മണ്ഡലത്തിലും പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പം പിന്നെ രാജീവ് ചന്ദ്രശേഖരും രണ്ടാമതും പിന്നെ സുരേഷ് ഗോപി ഒന്നാമതും വന്നത്? സ്ഥാനാർത്ഥി മികവിനകത്ത് ഒരു വലിയ ഘടകമുണ്ട്. എന്തുകൊണ്ടാണ് രാജഗോപാൽ നേമത്തും ജയിച്ചു, പക്ഷേ കുമ്മനം രാജശേഖരന് ജയിക്കാൻ പറ്റിയില്ല? അവിടെയും സ്ഥാനാർത്ഥിയിൽ ഒരു ഘടകമുണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥികൾ മികച്ചതായിരിക്കണം. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥാനാർത്ഥികളും അവർ കൊണ്ടുവന്നതൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആയാലും, കഴക്കൂട്ടത്ത് V മുരളീധരനായാലും, ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നമ്മുടെ ശ്രീലേഖ വന്നിരിക്കുന്നതായാലും എല്ലാം നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അവർ മഞ്ചേശ്വരത്ത് സുരേന്ദ്രനുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ നല്ലതാണ്. മലമ്പുഴയിൽ കൃഷ്ണകുമാർ വരികയാണെങ്കിൽ നല്ലതാണ്. ഇതിന് പുറമേ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലങ്ങളിൽ ഒന്നെങ്കിൽ സാബു ജേക്കബ് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമാ താരങ്ങളെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ അവർക്ക് ഗുണകരമായിട്ട് വരും. തൃപ്പൂണിത്തുറയും തിരുവനന്തപുരത്തും അവരങ്ങനെ 2 താരങ്ങളെ നോക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് ഞാനത് പേര് പറയാത്തത് ഉറപ്പില്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഗുണകരമായിട്ട് അവർക്ക് വന്നേക്കാം. പക്ഷേ ഇതിനേക്കാൾ പ്രധാനം ആ സ്ഥാനാർത്ഥികൾ
ആ പ്രദേശത്തുമായിട്ട് ബന്ധം ഇപ്പം ഗ്ലാമർ താരങ്ങൾ പ്രശ്നമില്ല, അല്ലാത്തവർ പ്രദേശത്ത് ചില ബന്ധങ്ങൾ ഉള്ളവർ കൂടി ആകണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് അവർ പലയിടത്തും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെറും പൊളിറ്റിക്കൽ ബേസിൽ മാത്രം നിർത്തുമ്പം ആ പൊളിറ്റിക്കൽ ബേസിന് അനുസരിച്ച് ആ മണ്ഡലത്തിൽ അയാൾക്ക് ഒരു ജനസമ്മതി ഉണ്ടോ ഇത് അസസ് ചെയ്യണം. ഇപ്പോൾ അരുവിക്കര ശബരിനാഥനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്? അവിടെ ആ ഒരു സമ്മതി ഉണ്ട്. ഒരു KPC അദ്ദേഹം MLA ആയിരുന്നപ്പം കുറച്ച് കാര്യങ്ങൾ ചെയ്തത് തൃപ്തിയുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഒരു സൗമ്യനായ ആളുകളോട് സംസാരിക്കാൻ കൊള്ളാവുന്ന ആൾ. ഇത് BJPക്കും വളരെ പ്രധാനമാണ്. അവർ 20 മണ്ഡലങ്ങളിൽ നിർത്തുന്ന ആളുകൾ അങ്ങനെയുള്ളതായിരിക്കണം. ഈ വെറും പാർട്ടി വർക്ക് കൊണ്ട് മാത്രം, പിന്നെ വെറും ഹിന്ദുത്വം മാത്രം പറയാതെ. ഇപ്പം പിന്നെ മോദിയുടെ ഗുണം എന്താണ്? ഹിന്ദുത്വം പറയുന്നത് മാത്രമല്ല, അദ്വാനിയും വാജ്പേയിയും പറഞ്ഞിരുന്നതിലെ അപാകതകൾ വരെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് മോദി നീങ്ങുന്നത്. മനസ്സിലായില്ലേ? അദ്വാനി കടുകട്ടി ഹിന്ദുത്വമായിരുന്നു. വാജ്പേയി ഇച്ചിരൂടെ ലൂസായിട്ടുള്ള ഒരു ഹിന്ദുത്വ പ്ലസ് ഡെമോക്രസി പ്ലസ് മതേതരത്വം എന്നൊക്കെ പറഞ്ഞു പോയിരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റാൻഡ് എടുക്കാൻ മോദിക്ക് കഴിഞ്ഞതാണ്. മോദി ഇന്ത്യയിലെ മുഴുവൻ വോട്ടർമാരിലും വലിയ വിഭാഗം നോർത്ത് ഇന്ത്യൻ വോട്ടർമാരിലും തൃപ്തി പിടിച്ചു പറ്റിയതിൻ്റെ കാരണം ഇതാണ്. ഒരു സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. അതായത് അവരുടെ ഒരു മാസ്റ്റർ പീസ് സ്ട്രൈക്കിംഗ് പവർ ആയിട്ട് മോദി മാറുമോ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു എഡ്ജ് ഉണ്ടാക്കുവാൻ അദ്ദേഹം ഇവിടെ കൂടുതൽ തവണ എത്താനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം എത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് വോട്ടുണ്ട്, അദ്ദേഹത്തിനെ ആരാധിക്കുന്നവരുണ്ട്. അതൊരു ബേസ് വോട്ടാണ്. തൃശ്ശൂരിൽ നമ്മളത് കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും. പക്ഷേ ആ ബേസ് വോട്ടിൻ്റെ പുറത്ത് ഒരു മേമ്പൊടി വേണം. ആ മേമ്പൊടി ആ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ നമ്മുടെ മെട്രോമാൻ പിന്നെ ശ്രീധരൻ പാലക്കാട് വോട്ട് മറിച്ച കണ്ടില്ലേ? അതുപോലെ പിന്നെ സുരേന്ദ്രൻ നിന്നാൽ കുറച്ച് വോട്ടുകൾ മറിയും, ശോഭാ സുരേന്ദ്രൻ നിന്നാൽ വോട്ട് മറിയും, V മുരളീധരൻ നിന്നാൽ വോട്ടുകൾ മറിയും. അതുപോലുള്ള കുറേ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവർ ആ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 30-35 സീറ്റിൽ ഒന്നാമതും രണ്ടാമതുമായിട്ട് വരും. അവർ ഒന്നാമതും രണ്ടാമതായിട്ട് വന്നു കഴിഞ്ഞാൽ UDFും LDFും ആരാണ് ഭരിക്കേണ്ടതെന്നുള്ളത് അവർ നിശ്ചയിക്കും. കാരണം അവർ രണ്ടാമത് വരുന്ന ഇപ്പോൾ ഒരു 10-15 സ്ഥലത്താണ് അവർ ഒന്നാമത് വന്നിരിക്കുന്നതെങ്കിൽ പോലും അത് വലിയ നിർണായകമാണ്. ഇനി വെറും 10 താഴെയാണെങ്കിൽ പോലും അത് നിർണായകമാണ്. പക്ഷേ 20 സ്ഥലങ്ങളിൽ അവർ രണ്ടാമത് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ നിർണായകമാണ്. അവിടെ മൂന്നാമത് പോയത് കോൺഗ്രസ് ആണോ, മൂന്നാമത് പോയത് CPM ആണോ എന്നുള്ള പ്രശ്നം വരും. മനസ്സിലായില്ലേ? അത് മൊത്തം വരുന്ന 70 അടുപ്പിച്ച് വരുന്ന എണ്ണത്തിൽ നിർണായകമായിരിക്കും. അതാണ് ഇനിയത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇതാണ് നിലവിലെ സാഹചര്യം. കേരളം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFന് എഡ്ജുണ്ട്, പക്ഷേ അവർക്ക് മുന്നിൽ ചലഞ്ചസ് നിരവധിയാണ്. സുധാകരൻ വിഷയം എങ്ങനെ അവർ പരിഹരിക്കും, ഒപ്പം തന്നെ ഘടകകക്ഷികളെ എവിടെയൊക്കെ വിനിയോഗിക്കും, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടി മത്സരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. മറുവശത്ത് LDFിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ സുധാകരൻ വിഷയം അവർക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയൊക്കെ തന്നെ അഹങ്കാരം CPMനും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒപ്പം സ്ഥാനാർത്ഥികളായി ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. BJPയിലേക്ക് പോകുമ്പോൾ അവർ പിടിക്കുന്ന സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വലിയ തരത്തിൽ സ്വാധീനിക്കുന്ന ഘടകമായി നിലനിൽക്കുകയാണ്. അവിടെയും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കപ്പുറത്തേക്ക് എത്രത്തോളം മികച്ച സ്ഥാനാർത്ഥികളെ അവർക്ക് ഫീൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ സ്കോർ. അവിടെ 2 നിന്നും 10 വരെയുള്ള സീറ്റുകൾ നേടാനുള്ള സാധ്യതയാണ് നിരീക്ഷകർ ഇപ്പോഴും പറയുന്നത്. അത് ഉയരുമോ താഴുമോ എന്നുള്ള കാര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രകടനം നിർണായകം തന്നെയായിരിക്കും. എന്തായാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ ഫിനിഷ്, ആ ഫോട്ടോ ഫിനിഷിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി ചർച്ചാ വിഷയമാകാൻ പോകുന്നത് എന്നുള്ളത് ജനങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മുന്നണികൾ ജാഗ്രതയോടെ പോവുക, ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക, പാർട്ടി നേതാക്കളെയും അണികളെയും ഒപ്പം നിർത്താനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. ഏകാധിപത്യ മനോഭാവം ഒന്നിനും ഭൂഷണമാവില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട്, മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇപ്പോൾ തെളിയിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാമോ. നമസ്കാരം.